ഈ റമദാന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫുൾ ചിക്കൻ തന്തൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങളിത് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാനിനി അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരു 1/200 ചിക്കനാണ്. അത് ഞാൻ ഈ രീതിയിൽ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്കെല്ലാം നന്നായി മസാല പിടിക്കുന്നതിനും ചിക്കൻ നന്നായി വെന്ത് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ചിക്കൻ ഞാൻ തൈരിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പുമിട്ട് അതിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അങ്ങനെ അതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത ചിക്കനാണ്. നിങ്ങൾക്ക് മോരും വെള്ളത്തിലല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിലായാലും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ചിക്കൻ നന്നായി ടെൻഡറായി കിട്ടുന്നതിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന മുളക് പൊടിയുടെയും ഉപ്പിൻ്റെയും മിക്സ് ഇതിൻ്റെ ഇടയിലെല്ലാം നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല പ്രിപ്പയർ ചെയ്യാം. ഇതൊരു 1/4 കപ്പ് തൈരാണ്. അത് നന്നായി നല്ല കട്ട തൈരാണ്. അതിലേക്കൊരു ടീസ്പൂൺ നാരങ്ങാനീരും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം നന്നായി തേച്ച് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി വരുന്ന രീതിയിൽ ചിക്കൻ്റെ അകത്തും എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് നമുക്ക് പുരട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തേക്കും പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് മിനിമം ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഓവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബൗളിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുന്നതാണ്. ഞാൻ ബൗളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയോടൊപ്പം ഞാൻ കുറച്ച് പൊട്ടറ്റോ കൂടി ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ പീസുകളായി കട്ട് ചെയ്ത പൊട്ടറ്റോയാണിത്. ഈ സെയിം മസാലയിൽ തന്നെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തതാണിത്. അതിന് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മാക്സിമം ടെമ്പറേച്ചറിൽ ഞാനൊരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തിരുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ 2 ടൊമാറ്റോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് ചെറുതായി ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് മുകളിലും അല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതൊരു 40 മിനിറ്റ്സ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിൽ നിന്ന് തന്നെ വന്ന ഓയിൽ വെച്ച് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണിത്. ഇത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.